ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് ഗ്രോസറി ഷോപ്പിങ്ങിനായിട്ട് പോണത് നമ്മളുടെ ഇവിടെയുള്ള നെസ്റ്റോലാട്ടോ. അപ്പോൾ എന്തായാലും ഒരു മിറർ സെൽഫി നിർബന്ധമാണ്. അതിൻ്റെ കൂടെ ഒരു ഇൻട്രോ വീഡിയോ എടുത്തിട്ട് നേരെ ഞാൻ ഇറങ്ങി നെസ്റ്റോ പോയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ സാലഡിൻ്റെ സെക്ഷനാട്ടോ വന്നത്. ആ ഒരു സാലഡിൻ്റെ സെക്ഷനൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വരുന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറൊരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ടർക്കിഷ് കോഴിയുടെ മീറ്റില്ലേ, ആ ഒരു മീറ്റ് മേടിച്ചു. അത് കൂടാതെ നമ്മൾ നാട്ടിലത്തെ നെസ്റ്റോ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ നെസ്റ്റോയുടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ സാലഡ്സൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി തരും കേട്ടോ. നാട്ടിലൊന്നും തരില്ല. പക്ഷേ പൈനാപ്പിൾ ചീഞ്ഞിട്ടുണ്ടായിരുന്നു, മാങ്ങ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു സാലഡ് കണ്ടിട്ടുണ്ടായിരുന്നില്ല, സ്പൈസി കുക്കഡ് മീറ്റിൻ്റെ സാലഡ്. പിന്നെ അത് ഇവിടെ മക്കാനി എന്ന് പറഞ്ഞിട്ടൊരു അറബിക് ഡിഷാണ്. ഇതും ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. പിന്നെ നമ്മൾ ബ്രോസ്റ്റൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ ഉഴുന്നുവട, പരിപ്പുവട അങ്ങനത്തെ ഒക്കെ കടികൾ കണ്ട് പിന്നെ ഗുലാബ് ജാമൊക്കെ എടുത്തിട്ട് നമ്മൾ ഓർഡർ ചെയ്തതായിരുന്നു സ്പൈസി ഷവായ. അങ്ങനെ സ്പൈസി ഷവായൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഗായ്സ് ഇവിടെ കൈ എടുക്കാൻ പറ്റില്ല, ഞാൻ സാനിറ്റൈസ് ചെയ്ത് ടിഷ്യൂ ഒക്കെ ഇട്ടിട്ട് പോകുന്നു. പിന്നെ നമ്മളിവിടെ സ്ക്യുഡ് ക്ലീനാക്കാൻ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്ക്യുഡ് എന്നൊക്കെ ഞാൻ പറയണേ, നമ്മളെ കൂന്തൽ ക്ലീനാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കൂന്തൽ ക്ലീൻ ചെയ്തൊക്കെ മേടിച്ചിട്ട് വരുന്ന വഴിക്ക് അവിടെ ഒരു വാട്ടർമെലൻ്റെ ഒരു കിണറുണ്ട് കേട്ടോ. അപ്പോൾ ആ കിണറൊക്കെ ക്യാപ്ചർ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി പോകാൻ പോകുന്ന സെക്ഷനാണ് ഗായ്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷൻ. ഏതാ ചോക്ലേറ്റ് സെക്ഷൻ. ഫുള്ള് ചോക്ലേറ്റ് ആട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തൊക്കെ തരം ചോക്ലേറ്റാണ്. നാട്ടിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മേടിച്ചാൽ മതി, എല്ലാ ചോക്ലേറ്റും ഒറ്റയടിക്ക് കിട്ടും. പിന്നെ ഈ ഒരു കോപ്പിക്കോ അല്ലെ ബ്ലാക്ക് കോപ്പിക്കോ അടിപൊളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു മിഠായി നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ അവിടെ വന്നതിൻ്റെ ശേഷം സ്ഥിരം കുടിക്കുന്നതാണ് ഡേറ്റ്സ് മിൽക്ക്. അങ്ങനെ സാധനങ്ങളൊക്കെ പറക്കിയിട്ട് നേരെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി.